നോമ്പ് തുറക്കുന്ന സമയത്ത് ചെല്ലേണ്ട അതിപ്രധാനമായൊരു ദിക്റാണ് അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു എന്ന് തുടങ്ങിയിട്ടുള്ള ദിക്ർ. അപ്പൊ ഇത് എപ്പോഴാണ് ചെല്ലേണ്ടത് എന്നുള്ളത് നമ്മൾ ഈത്തപ്പഴം കഴിച്ച് ചില ആളുകൾ അത് ശ്രദ്ധിക്കുന്നേ ഇല്ല. ഈ ദിക്റുകളൊന്നും ചില ആളുകൾ ചെല്ലും, ആ ഈത്തപ്പഴം കഴിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ കൈ കൊണ്ടുപോകുമ്പോൾ ആണ് തുടങ്ങും. ചില ആളുകൾ എന്താകും, അത് കഴിച്ചിങ്ങനെ ചവച്ചറക്കലോടുകൂടെ അതിങ്ങനെ ആ ദിക്ർ അങ്ങനെ ചെല്ലും. ചില ആളുകൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ചെല്ലും. അപ്പൊ ഇതിനൊക്കെ ഒരു കോർവയുണ്ടാവുമല്ലോ, അതിപ്പോ എങ്ങനെയാണ് എന്നുള്ളത് ഇവിടെ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതുഹുൽ മുഈനിൽ ഈ മസ്അല പറയുന്നുണ്ട്. നോമ്പ് തുറക്കുന്നതിന്റെ ഉടനെ അഖിബ് എന്ന ഉപയോഗിച്ച് ഉടനെ ചൊല്ലൽ സുന്നത്തുണ്ട്. അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു എന്ന് പറയുന്ന ദിക്ർ. ഇവിടെ ഈ അഖിബ എന്ന് പറയുമ്പം അതൊന്ന് വിശദീകരിച്ചു മഹാനായ സയ്യിദുൽ ബക്കരി റഹിമഹുല്ല അവിടുത്തെ ഈ ആനത്ത് ത്വാലിബിലൂടെ. അഖിബൽ ഫിത്ർ എന്ന് പറയുമ്പം എപ്പോഴാണോ നമ്മൾ നോമ്പ് തുറക്കൽ കരസ്ഥമായത്, നമ്മൾ നോമ്പ് മുറിക്കാറിയില്ലേ, അതെപ്പോഴാ ആകുക? വായല് ഈ പറയുന്ന ഈത്തപ്പഴം കൊണ്ടുപോകുന്നതിന്റെ മുമ്പ് നോമ്പ് മുറിച്ചു വരാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ ഈത്തപ്പഴം വായലിട്ട് ചവച്ചത് കൊണ്ട് നോമ്പ് മുറിച്ചു എന്നാവുമോ? ഇല്ല. പിന്നെയോ അതിന്റെ അംശം വയറ്റിലേക്ക് ഇറങ്ങുമ്പോൾ ഉള്ളിലേക്ക് എത്തുമ്പോഴാണ് നോമ്പ് മുറിയുക. അപ്പോഴാണ് ഇത് ചെല്ലേണ്ടത്.